ഇറാൻ ഡിഫൻസ് കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിൻ്റെ അതൊരു മുന്നൊരുക്കമായിട്ട് നമുക്ക് കരുതാം. അതായത് ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരടി കൊടുത്തതാണ്. അപ്പോൾ അതിന് ഒരു മറുപണി എന്നോണം അവർ ഈ ഒരു കൗൺസിൽ രൂപീകരിക്കുകയാണോ, അതുമായി ബന്ധപ്പെട്ട പല പദ്ധതികളുമൊക്കെ ആവിഷ്കരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ആത്യന്തികമായി ഇറാൻ്റെ ഭയമാണിത് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം ഇനിയും ഇസ്രയേലിൻ്റെ ഭീഷണി നിലനിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇസ്രയേലിൻ്റെ ഭീഷണി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് ഇസ്രയേലിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇറാനുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ ഇനിയും കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഇറാന് നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ പറയുന്ന ഡിഫൻസ് കൗൺസിൽ രൂപീകരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് അവരുടെ സൈനിക മേധാവി തന്നെ അമീർ ഹത്താമി എന്ന് പറഞ്ഞിട്ട് അവരുടെ സൈനിക മേധാവിയുണ്ട്. അയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്, വലിയ ഭീഷണിയാണ്, അധിക കാലം ഈ ഭീഷണി തുടർന്നാൽ ഇറാനെ പിടിച്ചു നിൽക്കാനാകില്ല എന്നൊക്കെയാണ് ഹത്താമി പറഞ്ഞിരിക്കുന്നത്. ഹത്താമിയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, സൈനിക ശേഷി കേന്ദ്രീകൃതമായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഡിഫൻസ് എക്സ്പെൻഡിച്ചർ മാക്സിമത്തിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കുക, അത് വാങ്ങിക്കൂട്ടുക, ആണവ പോർമുനകൾ സജീവമാക്കി നിലനിർത്തുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം ചെയ്യുക, സ്റ്റോക്ക് പൈലുകൾ ഒരു കാരണവശാലും ഇനി നശിപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക്, കഴിയാത്ത ഇടത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ആണവ പോർമുനകളെ സജീവമാക്കാനുള്ള ശ്രമം തന്നെയാണ് ഇറാൻ നടത്തുന്നതെന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം വ്യക്തമാണ്. അമേരിക്ക കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് ഇടപെടാറുമുണ്ട്, പറയാറുമുണ്ട്. പക്ഷേ ഇവിടെ അവർ ലക്ഷ്യമിടുന്നത് കൂടുതൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സൈനിക നീക്കത്തിനാണ്. അതിനാണ് ഈ പറയുന്ന ഡിഫൻസ് കൗൺസിൽ അഥവാ പ്രതിരോധ കൗൺസിൽ രൂപീകരിക്കാൻ തയ്യാറെടുക്കുന്നത്. ഈ പ്രതിരോധ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരു ഉന്നതാധികാര സമിതി അല്ല. പകരം യുദ്ധനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഇറാനെ സജ്ജമാക്കുന്ന ഒരു ബൗദ്ധിക കേന്ദ്രം എന്നുകൂടി പറയാൻ കഴിയും. ഈ കൗൺസിലിൻ്റെ അധ്യക്ഷത വഹിക്കുക ഇറാൻ പ്രസിഡന്റ് പെസൻഷ്കിയാൻ ആണ്. മസൂദ് പെസൻഷ്കിയാൻ ആണ്. 3 സർക്കാർ ശാഖകളുടെ തലവന്മാർ, മുതിർന്ന സായുധ സേനാ കമാൻഡർ, ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ എന്നിവർ ഇതിൽ ഉൾപ്പെടും. പ്രതിരോധ പദ്ധതികൾ അവലോകനം ചെയ്യുക, ഇറാനിലെ സായുധ സേനയുടെ കഴിവുകൾ കേന്ദ്രീകൃതമായി വർദ്ധിപ്പിക്കുക എന്നീ കാര്യങ്ങളാണ് നാഷണൽ ഡിഫൻസ് കൗൺസിൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് മറ്റു ദുരുദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യം. ഈ ഡിഫൻസ് കൗൺസിലുകൾ രൂപീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള ഒരു ഒരുക്കം, അതാണ് ഇതിൽ കാണാൻ കഴിയുക എന്നുള്ളത്. അല്ലാതെ ഒരു പ്രകോപനം മാത്രമല്ല, അല്ലെങ്കിൽ പ്രതിരോധം മാത്രമല്ല എന്നുള്ളത് മനസ്സിലാകും. ഞങ്ങൾ ആക്രമിക്കാനല്ല, പ്രതിരോധത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനിക ശേഷി കൂട്ടുന്നതിന് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഞങ്ങളിതാ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നു, അതിന് വേണ്ടിയിട്ടുള്ള പടനീക്കം നടത്താൻ ഒരു ഉന്നത സമിതിയെ രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? എല്ലാവരും പറയാതെ തെറ്റാണ്, നിങ്ങളത് ചെയ്യരുതെന്ന്. ഇവിടെ എന്തിനാണ് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ആണവ പോർമുനകളുടെ വികാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിലേറ്റവും സുവ്യക്തമായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്, കേന്ദ്രീകൃതമായ സൈനിക സംവിധാനത്തെ കൊണ്ടുവരിക എന്നുള്ളത്. ആയത്തുള്ള ഖമേനിയുടെ ഒറ്റ നിർദ്ദേശത്തിൽ തന്നെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സൈന്യം. ഇല്ലെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ നേതൃത്വത്തിലൊക്കെയാണല്ലോ ഈ സൈന്യത്തെ പലപ്പോഴും നിയന്ത്രിക്കുന്നതും ആക്രമണങ്ങൾ ക്രോഡീകരിക്കുന്നതും അതിൻ്റെ ഈ പറയുന്ന ആശയവിനിമയം നടത്തുന്നതുമെല്ലാം. അതിന് പകരമായിട്ട് ഈ കൗൺസിലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഖമേനിയുടെ ഉത്തരവിൽ ഈ പറയുന്ന ഇസ്രയേലിനെ എങ്ങനെ വേണമെങ്കിലും തീർക്കാമെന്നുള്ള ഒരു നിലയിലേക്ക് ഈ കാര്യങ്ങൾ പടച്ചുവിടാം എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് മറ്റൊരു ആശങ്ക ഇറാൻ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നു. സിറിയയിൽ വലിയ തോതിൽ അമേരിക്ക ഇടപെടുന്നു. അവിടെ സിറിയയിലുള്ള പാവ സർക്കാരിന് കൃത്യമായ നിലപാട് ഇപ്പോൾ വന്നിരിക്കുന്നു. അത് അമേരിക്കയോട് ചാഞ്ഞു നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് അടിക്കേണ്ടി വന്നാൽ അമേരിക്ക നേരിട്ടടിക്കില്ല, പകരം സിറിയയെ കൊണ്ട് ഇറാനെ അടുപ്പിക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഒരു ഘട്ടത്തിൽ സിറിയയെ കൊണ്ട് അടുപ്പിക്കുമ്പോൾ അപ്പുറത്ത് ഹൂത്തികളെ കൊണ്ട് ഈ അമേരിക്കയ്ക്ക് നേരെ തിരിയും. അവിടെ അമേരിക്ക ചുമ്മാ ഇരിക്കില്ലല്ലോ. അമേരിക്ക കൃത്യമായി ഹൂത്തികളെ തകർക്കാൻ വേണ്ടി ലക്ഷ്യം വയ്ക്കുകയാണ്. അധികം വൈകാതെ ഹൂത്തികളുടെ ഉന്മൂലനമാണ് അമേരിക്കൻ സേന
കണക്കാക്കുന്നത്. പക്ഷേ ട്രംപിന് ഒരു നോബൽ പ്രൈസ്, സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് ലക്ഷ്യമുള്ളത് കൊണ്ടാണ് താൽക്കാലികമായിട്ടെങ്കിലും ഈ പറയുന്ന ഹൂത്തികളെ ഉന്മൂലനം ചെയ്യുന്ന പദ്ധതിക്ക് സൈന്യം തുടക്കം കുറിക്കാത്തത്. അങ്ങനെ ഒരു തുടക്കം കുറിച്ചാൽ അത് യമനിൽ വലിയൊരു യുദ്ധത്തിന് കാരണമാകും. അമേരിക്ക വലിയ തോതിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും. പറയുന്ന ആരാംകോ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂത്തികൾ നീക്കം നടത്തുന്നതായിട്ട് സൗദി പറഞ്ഞിരുന്നു. തങ്ങളുടെ നേർക്ക് വരുന്ന ഏതൊരു ഭീഷണിയെയും അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നാണ് സൗദി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സൗദിക്ക് ഒറ്റയ്ക്ക് അടിക്കാൻ കഴിയില്ല. ഹൂത്തികൾ ഈ പിന്തുണയ്ക്കുന്നത് ഇറാൻ ആയതുകൊണ്ട് തന്നെ സൗദി അതിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ഇറാൻ സൗദി യുദ്ധത്തിലേക്ക് പോകും കാര്യങ്ങൾ. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പകരം അമേരിക്കയുടെ സഹായം സൗദി തേടും. സൗദി ഹൂത്തികളെ അടിക്കും. എന്തായാലും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നോബൽ സമ്മാനം കയ്യിൽ കിട്ടിയിട്ട് യുദ്ധം ചെയ്യാമെന്നുള്ള ഒരു നിലയ്ക്കാണ് ട്രംപ് നിൽക്കുന്നതെങ്കിലും പകരം മറുമരുന്നായിട്ട് സിറിയയെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ ആയുധം തൊടുക്കാനും അമേരിക്ക മടിക്കില്ല എന്നൊരു ഘട്ടമുണ്ട്. ഇതിനെ രണ്ടിനെയും പ്രതിരോധിക്കണമെങ്കിൽ ഒരു ഡിഫൻസ് കൗൺസിൽ രൂപീകരിച്ച് കൃത്യമായ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞ് കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അതൊരു ദീർഘകാല പദ്ധതിയും ഒപ്പം തന്നെ ഹ്രസ്വകാലത്തിൽ വേഗം നടത്തേണ്ട ഒരു നീക്കവുമാണ്. അതായത് ദീർഘകാലത്തേക്ക് ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയും ആ പദ്ധതിക്കനുസരിച്ച് സൈനിക സമ്പത്ത് വർദ്ധിപ്പിക്കുക, സൈനിക ഉപകരണങ്ങൾ വർദ്ധിപ്പിക്കുക, ആയുധങ്ങൾ കൂടുതൽ നന്നാക്കുക, ഇതെല്ലാം ചെയ്യുകയും ഹ്രസ്വകാലത്തിൽ ഏത് ആക്രമണം വന്നാലും പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സൈന്യത്തെയും ആയുധങ്ങളെയും സജ്ജമാക്കുക രണ്ട് ഉത്തരവാദിത്തമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ഡിഫൻസ് കൗൺസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള ഖമൈനിയുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ഹതാമി ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹതാമിയുടെ തലയിൽ ഉച്ച ബുദ്ധിയൊന്നുമല്ല ഈ പറയുന്ന സൈന്യത്തിൽ നിന്നൊരു റെക്കമെൻഡേഷൻ വരുമ്പോൾ സർക്കാരിൻ്റെ നീക്കമാവില്ലല്ലോ. സർക്കാർ നിർജീവവുമാണ്. അതെ, സർക്കാർ പക്ഷെ അങ്ങനെ നീക്കം നടത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ പ്രകോപിതരാകും, അവരാക്രമിക്കും. സർക്കാർ ഡിഫൻസ് കൗൺസിലിന് രൂപം കൊടുക്കുന്നു. സർക്കാരല്ല, സൈന്യത്തിൻ്റെ റെക്കമെൻഡേഷനിൽ ഒരു നവീകരണ പരിപാടി നടത്തുന്നു എന്ന് അവർക്ക് ന്യായീകരിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ അതുമല്ല. അടി നടന്നാൽ ഉറപ്പായിട്ടും സിറിയയെ കൊണ്ടായിരിക്കും അമേരിക്ക ഇറാനെ അടിക്കുക. അങ്ങനെ വരുമ്പോൾ അതൊന്ന് മൂർച്ഛിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇസ്രായേൽ ഇപ്പോൾ തന്നെ തകർത്ത് വെച്ചിരിക്കുന്ന ഇറാനിൽ ബാക്കിയൊന്നും ഉണ്ടാകില്ല ആക്രമിക്കാൻ എന്നുള്ളതാണ്. ഏതാണ്ട് ഗാസയുടെ കാര്യത്തിൽ തീരുമാനമാക്കാറാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലിന് ഈ ഇറാനെ ചൂടും പിടിക്കാനായിട്ട് വലിയ താമസമൊന്നും വരില്ല. ഇവർ പിന്നെ ഈ എലിയെ തട്ടുന്ന പൂച്ചയുടെ ഒരു ഹരമാണ് നിലവിൽ ഈ പറയുന്ന ഗാസയിലും ഇറാനിലുമൊക്കെ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിൻ്റെ ഒരു നയം. കാരണം പൂർണ്ണമായും കൊന്നാൽ ഇല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ ലോകത്ത് നിന്നുള്ള മൊത്തം കുറ്റപ്പെടുത്തലുകൾക്കും ഇസ്രായേൽ പാത്രമാകേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ ഗാസയിലെ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അവിടെ നടത്തുന്ന ബോംബാക്രമണങ്ങളാണ്. കഴിഞ്ഞ ദിവസം തന്നെ 44 പേർ മരിച്ചു. അവിടെ പട്ടിണിയുണ്ട്, കുട്ടികൾ മരിക്കുന്നു എന്നുള്ള പരാതി ഉയരുന്നുണ്ട്. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ വെടിവയ്പ് നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അവിടേക്ക് ഈ ഹമാസിൻ്റെ ഇടപെടലുകൾ അതിക്രൂരമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ട്രക്സ് ഒക്കെ അവർ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അതെ, അത് ഈ ട്രക്കുകൾ നേരിട്ട് വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. ഇതിലേറെ സായുധ സംഘങ്ങൾ കൊള്ളയടിക്കുന്നതിനാൽ സാധാരണ ജനങ്ങളിലേക്ക് എത്താത്ത സ്ഥിതി ഉണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത്. 107 ടൺ ഡീസലുകളുമായി 2 ടാങ്കറുകൾ ഈജിപ്തിൽ നിന്ന് ഗാസയിലെത്തിയിട്ടുണ്ട്. 3 മാസത്തിന് ശേഷമാണ് ഗാസയിലേക്ക് ഇന്ധനം എത്തുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. അവിടെ ഊർജ്ജ പ്രതിസന്ധി അതിഭീകരമാണ്. മെയ് 27-നും ജൂലൈ 31-നും ഇടയിൽ GHF കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിൽ 856 പേർ കൊല്ലപ്പെട്ടെന്നാണ് UN കണക്ക്. ഇസ്രായേൽ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ പാർട്ടി നേതാവുമായ ബെൻവിർ ഇതാമർ അനുയായികൾക്കൊപ്പം കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളിവളപ്പിൽ അതിക്രമിച്ച് കടന്നതിൽ അറബ് ലോകത്ത് വലിയ പ്രതിഷേധമുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. എന്തായാലും ഇസ്രയേലിൻ്റെ ആക്രമണം ഗാസയിൽ നടക്കുമ്പോഴും ഈ ബന്ദികളുടെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമില്ല. ബന്ദികളിൽ പലരെയും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് എന്നുള്ളതാണ്. ഇപ്പോൾ ബന്ദികളെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു നിലയ്ക്കാണ് ഇസ്രായേലിൻ്റെ നീക്കം. എന്തായാലും ഗാസ പൂർണ്ണമായിട്ടും പിടിച്ചടക്കി അവിടെ ഈ പറയുന്ന ജൂത സെറ്റിൽമെൻറ്റുകൾ കൊണ്ടുവരാനും കൃത്യമായിട്ടുള്ള നീക്കം നടത്താനും ഇസ്രായേൽ ശ്രമിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ കൂടി വേണ്ടിയിട്ട് ഇറാനും ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയൊക്കെ ഒന്നിച്ചു നിൽക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്തായാലും അമേരിക്ക, ഇറാൻ, സിറിയ എന്ന കണക്കിലേക്ക് ഒരു ത്രികോണമായിട്ടുള്ള ഒരു ആക്രമണ പദ്ധതി ഉണ്ടാവുകയാണെങ്കിൽ പശ്ചിമേഷ്യയുടെ കാര്യം അങ്ങേയറ്റം പരിതാപകരമാവാനാണ് സാധ്യത.